ഗ്ലോറി ടു ഗോഡ്. ലിവിങ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെ ഞാൻ ചോർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി വലിയ ദൈവനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത് ചെങ്ങന്നൂരിൽ നിന്നും ആനിസസും ചെറിയാൻ ബ്രദറും ചേർന്നാണ്. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇവരുടെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് ഇവരുടെ മൂത്ത മകൻ ഇപ്പോൾ കാനഡയിലായിരിക്കുന്നു, സാംസൺ ഒരു പൂർണ്ണ വിടുതലിന് വേണ്ടിയാണ് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത്. തൻ്റെ വരുമാന മാർഗം തുറക്കേണ്ടതിനായിട്ടും തനിക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലിയുടെ വാതിൽ അവിടെ തുറക്കുകയും ചെയ്യേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുകയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് എത്ര പേർ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും? ഒരു ദൈവപ്രവൃത്തി സംഭവിക്കട്ടെ, ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ അതേപോലെ തന്നെ ഈ മകൻ്റെ കുടുംബമായി അവിടെ ഒരുമിച്ച് താമസിക്കാനുള്ള വഴി, പ്രത്യേകിച്ച് ഹല്ലേലൂയ തൻ്റെ വിവാഹ പങ്കാളിയെ ആ ദേശത്തിൽ കൊണ്ടുവരുവാനും അതിനകത്തൊരു അത്ഭുത വിടുതൽ സംഭവിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് പ്രാർത്ഥന വിഷയം ചോദിക്കുകയാണ്. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളൊന്ന് അടച്ച് പ്രാർത്ഥിച്ചാട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ, ദൈവത്തിൻ്റെ കരം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു വാക്ക് മാറാത്ത ദൈവം, ഞാൻ വിശ്വസിക്കുന്നു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. ഈ മകന് വേണ്ടി ആരും അടയ്ക്കാതെ വണ്ണം എൻ്റെ കർത്താവ് ഒരു വാതിൽ തുറക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ കരം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ആനിച്ചറിയസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവരെ ഹല്ലേലൂയ ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ കർത്താവ് കരുതുകയും ഈ ദിവസങ്ങളിൽ കർത്താവ് നടത്തുകയും ചെയ്യണമേ അപ്പ. പ്രത്യേകിച്ച് ഹല്ലേലൂയ മൂത്ത മകൻ സാംസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാംസൻ്റെ ജീവിതത്തിനകത്തൊരു വലിയ വിടുതൽ സംഭവിക്കണമേ അപ്പ. കർത്താവെ, ആ ദേശത്ത് കാനഡയുടെ മണ്ണിൽ ദൈവം ഒരു അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കണമേ. അതേപോലെ വൈഫിനെ കൊണ്ടുപോകാനുള്ള വഴി തുറക്കണമേ അപ്പ. കർത്താവെ, ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ എതിരുകൾ അവസാനിക്കുകയാണ്. തൻ്റെ കയ്യിൽ സാമ്പത്തികത്തിൻ്റെ വഴികൾ തുറക്കട്ടെ. നിലനിൽക്കുന്ന ഉയർന്ന ഒരു ജോലി വെളിപ്പെടണമേ അപ്പ. കർത്താവ് ആ മണ്ണിൽ ദൈവം മാനിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അനിസസൻ്റെ രണ്ടാമത്തെ മകനെ കൂടെ കർത്താവിൻ്റെ കരുത്തിൽ ഏൽപ്പിക്കുന്നു. ജോയം കുടുംബത്തെ കർത്താവ് ഏൽപ്പിക്കുന്നു. കർത്താവെ, കൂടുതൽ മാനിക്കണമേ, കൂടുതൽ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരിക്കൽ കൂടെ ഹല്ലേലൂയ അനിസസനെയും കുടുംബത്തെയും കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുകയാണ്. ചില വലിയ വിടുതലുകൾ ഈ ദിവസങ്ങളിൽ ഇവർക്ക് വേണ്ടി വെളിപ്പെടട്ടെ. ദൈവം ഇവരെ ആരാധന സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. ദൈവം ഇവരെ ഹല്ലേലൂയ പുറത്ത് കൊണ്ടുവരികയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി ഇവർ കാണാൻ പോവുകയാണ്. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 27-ാം അധ്യായം 5-ാമത്തെ വാക്യം നമ്മൾ ഒരുമിച്ചൊന്ന് ചിന്തിക്കുക. വിശ്വസിക്കുന്നതിനുണ്ടെങ്കിൽ അക്കാരം ഉയർത്തിപ്പിടിച്ച്, ഞാൻ ഭൂമിയെയും ഭൂതലത്തെയും മനുഷ്യനെയും മൃഗങ്ങളെയും എൻ്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും ഉണ്ടാക്കിയിരിക്കുന്നു. ഒന്ന് കരം ഉയർത്തിപ്പിടിച്ച്, ആരാ ഉണ്ടാക്കിയത്? എൻ്റെ കർത്താവാണ് ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ, ഞാൻ ഭൂമിയെയും ഭൂതലത്തെയും മനുഷ്യനെയും മൃഗത്തെയും എൻ്റെ മഹാശക്തിയുള്ള, ആ പദം അടിവരെ ഇടാൻ പറ്റുമെങ്കിൽ കിട്ടണം കേട്ടോ, എൻ്റെ മഹാശക്തിയുള്ള ഭുജം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. എൻ്റെ കർത്താവ് ഈ സകലത്തെയും ഉണ്ടാക്കിയെന്ന് വിശ്വസിക്കുന്നതിനുണ്ടെങ്കിൽ, വാക്യം അടിവരെ ഇടാൻ പറ്റുന്നതിനുണ്ടെങ്കിൽ കേട്ടോ, എനിക്ക് ബോധിച്ചവന് ഞാനത് കൊടുക്കും. ഇന്ന് ഇതിനകത്തിരിക്കുന്നവരോട് ദൂത് പറയുക, സ്വർഗം ബോധിച്ചവരിനകത്ത് വന്നിരിപ്പുണ്ട്, ദൈവം ബോധിച്ചവരിനകത്ത് വന്നിരിപ്പുണ്ട്. അവർ വെറുതെ തിരിച്ചു പോകത്തില്ല. അവരുടെ മേലോട്ട് എന്തൊക്കെയോ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ മേലോട്ട് എന്തൊക്കെയോ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. ഗദരദേശത്തിലെ ഭൂതഗ്രസ്തൻ താമസിച്ചത് മുഴുവൻ കല്ലറയില്ല. ദേശം അവനെ തെള്ളിയതാ, വീട്ടുകാർ അവസാനിച്ചെന്ന് ചിന്തിച്ചതാ. പക്ഷേ യേശുവുമായുള്ള കൂട്ടിമുട്ടലിൽ തമ്പുരാൻ അവനെ വിടുവിച്ചു. ആ മിനിറ്റ് മുതൽ അവൻ്റെ ഉയർച്ചകൾക്ക് പരിമിതികളില്ല. ദൈവം ആ പട്ടണത്തിൻ്റെ വിടുതലിന് വേണ്ടി, ദെക്കപ്പൊലി ദേശത്തിലെ വിടുതലിന് വേണ്ടി ആ മനുഷ്യരെ ദൈവം ഉയർത്തി. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, ദൈവത്തിന് നിന്നെ ബോധിച്ചാൽ അടുത്ത ദിവസങ്ങളിൽ നീ പഴയതുപോലെ ആയിരിക്കത്തില്ല. അടുത്ത ദിവസങ്ങളിൽ ബോധിച്ചെങ്കിൽ പട്ടണത്തിലെ നന്മകൾ നിന്നെ അന്വേഷിക്കാൻ തുടങ്ങും. പട്ടണത്തിലെ നന്മകൾ നിന്റെ ഭവനത്തിനകത്ത് കയറും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, വീട്ടിൽ നിൽക്കുന്ന ദാരിദ്ര്യത്തിൻ്റെ കെട്ടുകൾ, ശാപങ്ങൾ തമ്പുരാൻ നീക്കി ബോധിച്ചവന് ചിലത് കൈമാറാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് റോമാലേഖനം 9-ാം അധ്യായം 15-ാമത്തെ വാക്യവും 16-ാമത്തെ വാക്യവും തിരിച്ചറിയുന്നവൻ പറയും, എൻ്റെ തമ്പുരാന് ഞാൻ ഇന്ന് ഹല്ലേലൂയ ഈ ആരാധനയിൽ ഞാൻ അടുത്തിരിക്കുന്ന ആൾക്ക് ബോധിച്ചവനാണെന്ന് നോക്കുന്നില്ല, സ്വർഗം എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നെനിക്കറിയാം. ഹല്ലേലൂയ. തിമായിയുടെ മകനായ ബർത്തിമായി മാസങ്ങളും വർഷങ്ങളും റോഡിൽ ഒരു ഭിക്ഷയാചകനായിട്ടിരിക്കുകയാണ്. പക്ഷേ അവൻ്റെ നിലവിളി തമ്പുരാനെ ബോധിപ്പിക്കുന്നതായി തീർന്നു. തമ്പുരാൻ നിന്നെ വിളിച്ചാൽ ഇന്നു മുതൽ നീ പഴയതുപോലെ ആയിരിക്കത്തില്ല.
ഇന്നു മുതൽ നീ പഴയതുപോലെ ആയിരിക്കത്തില്ല. ദൈവം നിന്റെ ജീവിതത്തിൽ വലിപ്പം ചെയ്യുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഇന്നൊരു തിരിവ് സംഭവിക്കണം, തിരിവ് സംഭവിക്കണം. വിശ്വസിക്കുന്നവരുണ്ടോ? ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് റോമാലേഖനം 9-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരം ഉയർത്തിപ്പിടിച്ചൊന്ന് പറയാവോ? എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണമെന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും. വിശ്വസിക്കാമെങ്കിൽ ഇന്ന് കർത്താവിൻ്റെ കരുണയും മനസ്സലിവും, ആ മനസ്സലിവ് നിൻ്റെ മേലോട്ടൊന്ന് വീണാൽ. ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു വിധവയ്ക്ക് ഏകമനായിരുന്നു അവൻ മരിച്ചു. അവനെ ഒരു കൂട്ടം ദേശക്കാരെല്ലാം ശവമഞ്ചത്തിൽ ചുമന്നുകൊണ്ട് ഇതാ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. പട്ടണ കവാടത്തിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ യേശു ഇതാ അതിന് എതിരായി ചെല്ലുകയാണ്. ആ വിധവയുടെ നിലവിളി ഹല്ലേലൂയ എല്ലാവരും കേൾക്കുന്നുണ്ട്. പക്ഷേ ആർക്കും അവളെ സഹായിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. കാരണം അവളുടെ മകളെ ആർക്കും തിരിച്ചു കൊടുക്കാൻ കഴിയത്തില്ല. പക്ഷെ നിങ്ങൾ നോക്കിയേ, 13-ാമത്തെ വാക്യം എഴുതുന്നു, അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു. ഹല്ലേലൂയ. അവൻ്റെ കനിവ് നിൻ്റെ മേലിലോട്ടൊന്ന് തിരിഞ്ഞാൽ, അവൻ്റെ മനസ്സലിവ് നിൻ്റെ മേലിലോട്ടൊന്ന് വെളിപ്പെട്ടാൽ, ദേശക്കാർക്ക് ചെയ്യാൻ പറ്റാത്തത് ദൈവം ചെയ്യും, പട്ടണക്കാർക്ക് ചെയ്യാൻ പറ്റാത്തത് ദൈവം ചെയ്യും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ മരണത്തിൻ്റെ അധികാരമുള്ളവൻ, ജീവനും മരണത്തിൻ്റെയും അധികാരി ഇതാ നിന്നോട് മനസ്സലിയാൻ പോകുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ഞാൻ ഈ വാക്യം അങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അവിടെ നിൽക്കുന്നവരെല്ലാം കൂടെ കരയുന്നുണ്ട്. പക്ഷെ എതിരെ വരുന്നവൻ അവളെ കണ്ട് മനസ്സലിഞ്ഞു. മഞ്ചത്തിൽ തൊട്ടെന്ന് എഴുതിയിരിക്കുന്നേ, മഞ്ചത്തിൽ തൊട്ട മിനിറ്റിൽ മഞ്ചം ചുമക്കുന്നവർ നിന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ മനസ്സലിവിൻ്റെ കരം, ആ കരുണയുടെ കരം ഇതാ നിന്നെ ആൾ മാറിയവനെ പോലെ ആക്കുന്ന. അല്ലെങ്കിൽ അടുത്ത വാക്യം എങ്ങനെ എഴുതുന്നത്? അവൻ മുമ്പോട്ടോടി. വിശ്വസിക്കാമെങ്കിൽ അറിയാം, നിന്റെ അനുഗ്രഹത്തിൻ്റെ രഹസ്യം ഞാൻ വിളിച്ചു പറയുക. ഇന്ന് വിടുതൽ നടന്നോ ഇല്ലയോ എന്നുള്ളതല്ല, ഇതുവരെ വിടുതൽ നടന്നോ ഇല്ലയോ എന്നുള്ളതല്ല, അടുത്ത മിനിറ്റുകൾ നിൻ്റേതാക്കി മാറ്റാൻ നിനക്ക് കഴിയും. അടുത്ത മിനിറ്റുകൾ നിൻ്റേതാക്കി മാറ്റാൻ നിനക്ക് കഴിയും. ഇതാ ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യുക, നിനക്ക് വേണ്ടി ചിലത് ചെയ്തുകൊണ്ടിരിക്കുക. നീ തിരിച്ചു ചെല്ലുന്നതിന് മുമ്പേ കണക്ക് പറയേണ്ടവൻ എഴുന്നേൽക്കും. നീ തിരിച്ചു ചെല്ലുന്നതിന് മുമ്പേ കണക്ക് പറയുന്നവൻ എഴുന്നേൽക്കും. സക്കായിയെ, നീ വലിഞ്ഞു കയറിയതും നീ ഓടിയതും ജനത്തിന് പിടികിട്ടിയില്ലേലും കാണേണ്ടവൻ നിന്റെ അടുക്കലേക്ക് വന്നു കഴിഞ്ഞു. മെലീത്തയിലേക്ക് ചെല്ലുന്ന പൗലോസിനെ കണ്ട് ബർബരന്മാർക്ക് അസാധാരണ ദൈവം തോന്നി. മനുഷ്യന് ദൈവം തോന്നിയാൽ പരിധികളുണ്ട് കേട്ടോ. ഹല്ലേലൂയ. അവർ വിറക് അറിയിട്ട് തീ കായ്ക്കാൻ ചൂട് മാറ്റാൻ അവസരം കൊടുത്തു. പക്ഷേ പൗലോസും കൂടെ അവരെ സഹായിക്കേണ്ടതിന് വിറക് പറക്കിയപ്പോൾ തീയുള്ളവൻ പിടിച്ചാലേ ചിലത് അനങ്ങത്തോളൂ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ ദൂത് വിളിച്ചു പറയുക, തീയുള്ളവൻ വിറക് പിടിച്ചതോടെ ദേശത്തിലെ ശക്തി എഴുന്നേറ്റു. ഹല്ലേലൂയ. വിശ്വസിക്കാമെങ്കിൽ അവിടെ നിന്നവർ മുഴുവൻ പറഞ്ഞു, തീർന്നു, എല്ലാം തീർന്നു. പക്ഷെ ഞാൻ വിളിച്ചു പറയുന്നു, ദൈവം അനുകൂലമെങ്കിൽ നിന്റെ പ്രതികൂലം ദേശത്തിൻ്റെ വഴിയാണ്. നിന്റെ ഉയർച്ച ഇതാ നിന്റെ കൈയടിയിൽ വെളിപ്പെട്ട് വരികയാ. ആരോടൊക്കെ ആത്മാവ് ശക്തമായി ദൂത് പറയുന്നു, യെസ്, ഇതാ തുറക്കുന്നു. കുറിവാക്യം മറക്കരുത്. എനിക്ക് ബോധിച്ചവന് ഞാൻ സകലതും കൊടുക്കുമെന്ന് പറയുമ്പോൾ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇല്ലേ ഏറ്റവും ആഴം റോമാലേഖനത്തിൽ നിങ്ങൾ കേട്ടു, എനിക്ക് മനസ്സലിവ് തോന്നുന്നതിനോട് ഞാൻ തോന്നും, കരുണ തോന്നുന്നതിന് തോന്നിയിരിക്കും. എന്നിട്ട് അടുത്ത വാക്യം പറഞ്ഞു, ഹല്ലേലൂയ, മാളിക റൂമിൽ ഒരു 120 പേരോട് മനസ്സലിഞ്ഞു. അവർക്ക് കൊടുക്കാവുന്നതിൽ ഏറ്റവും വലുത് പരിശുദ്ധാത്മാവിനെ കൊടുത്തു. വിശ്വസിക്കാമെങ്കിൽ ഇന്ന് നിന്റെ മേളിൽ പരിശുദ്ധാത്മാവിൻ്റെ ആഴം വ്യാപരിക്കാൻ പോവുകയാണ്. യെസ്, ഒരു അഭിഷേകത്തിൻ്റെ ഭയങ്കര തീ നിന്റെ മേളിൽ വീണാൽ പട്ടണത്തിൻ്റെ വാതിലുകൾ തനിയെ തുറക്കും. ഇതുവരെ കാണാത്തത് തനിയെ തുറക്കും. ഇപ്പോൾ മുതൽ നീ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തായി നിന്റെ ജീവിതത്തിൽ വലുത് സംഭവിക്കും. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ദൈവാത്മാവ് എന്നോട് പറയുക, ദൈവത്തിന് ഒരുത്തനെ ഉയർത്താൻ ഒത്തിരി സമയമൊന്നും വേണ്ട. നിങ്ങൾ വന്നത് കടബാധ്യത കുഴഞ്ഞായിരിക്കും വന്നത്. നിങ്ങൾ വന്നത് രോഗത്താൽ ഭാരപ്പെട്ടായിരിക്കും വന്നത്. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം പഠിക്കുന്നവർക്കറിയാം. ഹല്ലേലൂയ. മാളിക റൂമിൽ നിന്ന് ദൈവത്താൽ പകരപ്പെട്ട അഭിഷേകത്തോടുകൂടെ ഇതാ പത്രോസും യോഹന്നാനും ആലയത്തിൽ ആരാധനയ്ക്ക് വേണ്ടി പോകുക. ഇന്ന് ഫേവർ ദൈവം ചിലവർക്ക് കൈപിടിച്ച് ദൈവം ചിലവരെ ഉയർത്തുകയും നീ ചിന്തിക്കാത്ത നിലയിൽ എത്തുകയും ചെയ്യുന്നുള്ളത് നീ കേൾക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് സ്വീകരിക്കണം. 3-ന്റെ 2-ാമത്തെ വാക്യം വായിച്ചേ. 3-ന്റെ 2. ഈ ആലയത്തിൽ വരുന്ന
പല കോടീശ്വരന്മാരും പല സദുക്യന്മാരും പരീശന്മാരും വേദപണ്ഡിതന്മാരും എല്ലാം ഇവനെ കണ്ടിട്ടുണ്ട്. അവരെല്ലാം ആരാധനയ്ക്ക് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇവന് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആത്മാവിലൊരു ദൂത് ഈ മിനിറ്റ് വിളിച്ചു പറയുക, ഇനി നീ യാചിക്കുന്ന കാലമല്ല. യെസ്, കൈമാറാൻ പോകുകയാണ്. ഈ ആരാധനയിൽ ഇത് കൈമാറാൻ പോകുകയാണ്. നീ നിൽക്കുന്നിടത്ത് അത്ഭുതങ്ങൾ സംഭവിക്കും. ഈ ആരാധന നിന്റെ ഉയർച്ചയുടെ ആരാധനയായി മാറാൻ പോവുകയാണ്. നിന്നെ ലിഫ്റ്റ് ചെയ്യാൻ ദൈവത്തിന് പറ്റുമെന്നുള്ളത് ലോകത്തെ ദൈവം തെളിയിക്കാൻ പോകുകയാണ്. അല്ല, എത്ര വയസ്സായെന്ന് ഇവിടെ എഴുതിയിട്ടില്ലെങ്കിലും അടുത്ത അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട് അവന് 40ഓളം വയസ്സായി എന്നുള്ളത്. അറിയ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കൂടിയ അത്ഭുതം 38 വർഷമാണ്. യേശുവിൻ്റെ സുവിശേഷത്തിൽ അല്ലെങ്കിൽ യേശുവിൻ്റെ ശുശ്രൂഷയിൽ വെളിപ്പെട്ട ഏറ്റവും വലിയ നീണ്ട സൗഖ്യം എന്ന് പറയുന്നത്. പക്ഷേ ഈ മനുഷ്യൻ പത്രോസിൻ്റെ കയ്യിൽ എഴുന്നേൽക്കുമ്പോൾ 40 വയസ്സുണ്ട്. 40 വയസ്സും ദേശം ഇവനെ വിളിച്ചത് ശപിക്കപ്പെട്ടവനെന്നാ. പക്ഷെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, ഇന്ന് അങ്ങനെയുള്ളവർ എഴുന്നേൽക്കാൻ പോകുന്ന ഒരാരാധനയായി ഈ ആരാധന തീരുക. ലോകത്തെ മാറ്റി വിളിക്കുന്ന, നിന്റെ ഭവനക്കാർ മാറ്റി വിളിക്കുന്ന ഒരു കൈമാറ്റം ഇതാ എൻ്റെ ദൈവം നിന്റെ മേളിൽ പകരാൻ പോകും. ഇവനെന്നും ആ പടിവാതിക്കൽ വന്ന് തരണയെന്നുള്ള യാചകന്റെ ദേശത്തിലായിരിക്കുന്നേ. പക്ഷേ ഇതിനു മുമ്പേ ആ ആലയത്തിൽ പോയ പത്രോസ് യോഹന്നാനും ഇന്ന് പോകുന്നത് അങ്ങനെയല്ല. അവൻ്റെ മേളിൽ സകലതിനെയും സാധിപ്പിക്കുന്ന ഒരു അഭിഷേകം കിടക്കുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്നത്തെ ആരാധന എൻ്റെ കൂടെ ചേർന്ന് പറഞ്ഞ് അഭിഷേകം തീരുമാനിക്കും, അഭിഷേകം വർദ്ധിക്കും, അഭിഷേകം പരക്കും. നിന്റെ ഭവനത്തിനകത്ത് അഭിഷേകം ചിലത് തീരുമാനിക്കാൻ പോവുകയാണ്. അഭിഷേകം ബന്ധനത്തെ പൊട്ടിക്കാൻ പോവുകയാണ്. അഭിഷേകം രാജാക്കന്മാരുടെ ഉറക്കത്തെ കെടുത്താൻ പോകുകയാണ്. അതിനകത്ത് നിന്റെ മേളിൽ അത് വെളിപ്പെടുന്നു എന്ന് നോക്കിയാൽ പിന്നെ നീ അതിനെ ഒതുക്കരുത്. നീ അതിനെ കയറി പിടിക്കണം. കാരണം അത് നിന്നെ ഉയർത്തും, അത് നിന്റെ അതിരുകളെ വിശാലമാക്കും, അത് നിന്റെ പ്രശ്നങ്ങളെ തീർക്കും, അത് നിന്റെ സ്ഥിതിയെ മാറ്റും. എൻ്റെ ദൈവത്തിന് ഒരുത്തനെ മാനിക്കാൻ ഒത്തിരി സമയമൊന്നും വേണ്ട. 40 വർഷം നടക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന, 40 വർഷം ഉയരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അവനിലോട്ടൊരു നോട്ടം വെളിപ്പെടുകയാണ്. അഭിഷേകത്തിൻ്റെ നോട്ടം വെളിപ്പെടുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഇതൊരു കൈമാറ്റമാണ്. ഹല്ലേലൂയ. പത്രോസിൻ്റെ മേലിൽ കൈമാറിയതിനെ പത്രോസ് കൈമാറുകയാണ്. പത്രോസിൻ്റെ വിഷമത്തിൽ, പത്രോസിൻ്റെ വേദനയിൽ, പത്രോസിൻ്റെ കാത്തിരിപ്പിൽ ഇറങ്ങി വന്ന പുതപ്പ്, അവൻ്റെ യോർദാനെ മുറിച്ച പുതപ്പ്, അവൻ്റെ മരണത്തെ മാറ്റിയ പുതപ്പ്, അവൻ്റെ ഭയത്തെ മാറ്റിയ പുതപ്പ് ഇതാ കൈമാറുകയാണ് അവൻ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇതാ കൈമാറ്റങ്ങൾ നടക്കുന്നു. പത്രോസ് പറയേ, വെള്ളിയും പൊന്നും എനിക്കില്ലടാ തരാൻ, പക്ഷെ ഞാൻ പ്രാപിച്ചതൊന്നുണ്ട്, അതിതാ കൈമാറാൻ പോവുകയാണ്. നിന്റെ കടബാധ്യതയിൽ നിന്ന് നിന്നെ ഉയർത്തുന്ന ഒരു കൈമാറ്റമുണ്ട്. നിന്റെ രോഗത്തിൽ നിന്നെ സൗഖ്യമാക്കുന്ന ഒരു കൈമാറ്റമുണ്ട്. നിന്റെ കുടുംബ പ്രശ്നത്തെ, നിന്റെ തലമുറയെ ഉയർത്തുന്ന ഒരു കൈമാറ്റമുണ്ട്. സ്വീകരിക്കുന്നവരുണ്ടെങ്കിൽ നിന്റെ അതിരുകളെ വിശാലമാക്കുന്ന ഒരു കൈമാറ്റം. ആത്മമണ്ഡലത്തെ തിരിച്ചറിയുന്നവൻ എഴുതി വെച്ചായിരിക്കത്തില്ല പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. അവൻ ആത്മമണ്ഡലത്തോടായിരിക്കും പ്രസംഗിക്കുന്നത്. കാരണം നിന്റെ വിടുതൽ, വിശ്വാസിയുടെ വിടുതൽ ആത്മാവിലിതാ ചിലത് പൊരിൽ തിരിയുന്നത് പോലെ തിരിഞ്ഞു വരാൻ പോകുകയാണ്. എന്ന് പറഞ്ഞാൽ ലോക സ്ഥാപനത്തിനു മുമ്പേ നിന്റെ പേരിൽ എഴുതിയിരിക്കുന്ന നന്മകൾ പച്ചവെള്ളം വീഞ്ഞാകുന്നത് പോലെ സ്വീകരിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് നിനക്ക് വിരോധമായി നിൽക്കുന്ന ദൈവം മാറ്റും. പത്രോസിൻ്റെ കൈ ആ വ്യക്തിയുടെ കയ്യിലോട്ട് പിടിക്കുമ്പോൾ ഇവൻ്റെ മേളിൽ നിന്നൊരു കൈമാറ്റം നടക്കുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇതൊരു കൈമാറ്റത്തിൻ്റെ ദിവസമാണ്. നീ വിശ്വസിക്കാമെങ്കിൽ നീ കൊണ്ടുവന്ന പ്രശ്നത്തെ, രോഗത്തെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് ഒരു സൗഖ്യത്തെ നീ കൈമാറുക. അഭിഷേകം നിന്റെ മേളിലോട്ട് കൈമാറിയാൽ പത്രോസ് പറയുക, വെള്ളിയും പൊന്നും എനിക്കില്ലടാ തരാൻ, പക്ഷെ എൻ്റെ കയ്യിലൊരുന്നുണ്ട്, അത് നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിന്നെയും എന്നെയും ഒരുമിപ്പിക്കുന്ന, നിന്നെയും എന്നെയും ഉയർത്തുന്ന ഒരു നാമത്തിൻ്റെ ശക്തി ഇതിനകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഒരു നാമത്തിന്, റോയ്പാസിന് വേറെ ഒന്നുമില്ല, പക്ഷെ ഒരു നാമത്തിൻ്റെ ശക്തി ഇതിന് നടുവിൽ വരികയാണ്. യെസ്, ഇന്ന് രാവിലെ നിങ്ങളെന്നെ കാണുമ്പോൾ ഞാൻ നിങ്ങളെ പോലെ, പക്ഷെ ഈ മിനിറ്റിൽ യെസ് ഒരു കൈമാറ്റം ഇതിനകത്ത് വ്യാപരിക്കുന്നു. എത്ര പേര് കരമൊന്ന് ഉയർത്തിപ്പിടിച്ചോണ്ടെന്ന് പ്രാർത്ഥിക്കും. ഞാൻ ആത്മാവിൽ പറയുന്ന ഈ പദം നിങ്ങൾ സ്വീകരിക്കണം കേട്ടോ.
ഈ കൈമാറ്റം നിങ്ങളുടെ മേലോട്ട് വന്നാൽ നിനക്ക് പഴയതുപോലെ ആകാൻ പറ്റത്തില്ല. നിനക്ക് പഴയതുപോലെ നിരാശപ്പെടാൻ പറ്റത്തില്ല. നിനക്ക് പഴയതുപോലെ വിഷമിക്കാൻ പറ്റത്തില്ല. കാരണം പിന്നെ അങ്ങോട്ട് വാതിലുകൾ തുറക്കുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരം ഉയർത്തിപ്പിടിച്ച ഒരു അഭിഷേകത്തിൻ്റെ കൈമാറ്റം. ഈ ഒരു കൈമാറ്റം നിങ്ങളുടെ മേലിൽ വന്നാൽ, ഒരു വ്യക്തിയുടെ കയ്യിലൂടെ ഇത് കൈമാറുന്നേ. ഈ കൈമാറ്റം ഈ വ്യക്തിയുടെ മേലിൽ വെളിപ്പെടുമ്പോൾ, ഹല്ലേലൂയ, ഒന്നാമത് സംഭവിക്കുന്നത് എന്താണെന്നറിയോ? വർഷങ്ങൾ നടക്കത്തില്ലെന്ന് പറഞ്ഞ അവൻ നടക്കാൻ തുടങ്ങുകയാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് റിയലായ ഒരു കൈമാറ്റം നിന്റെ മേലോട്ട് വ്യാപരിച്ചാൽ, നിന്നെ എത്രത്തോളം വർഷങ്ങൾ തടഞ്ഞത് നിന്റെ മുമ്പിൽ നിന്ന് വഴിമാറും. നിന്റെ മുമ്പിൽ നിന്ന് വഴിമാറും. സ്വീകരിക്കുന്നവരുണ്ടെങ്കിൽ നിന്റെ പരിധികളെ പൊട്ടിക്കുന്ന ഒരു കൈമാറ്റം. തുള്ളിയും ചാടിയും അവൻ എഴുന്നേറ്റു. ഹല്ലേലൂയ. ഈ കൈമാറ്റം വന്നാൽ നിന്റെ മുഖം കണ്ടാൽ അറിയാൻ പറ്റും. നിന്റെ ആരാധന കണ്ടാൽ അറിയാൻ പറ്റും. നിന്റെ ജീവിതം കണ്ടാൽ അറിയാൻ പറ്റും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കരം ഉയർത്തിപ്പിടിച്ചെന്ന് പറഞ്ഞോ. ഒരു കൈമാറ്റ ശുശ്രൂഷ നടക്കുന്നു. നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്നത്തെ കൈയടിയിൽ, ഇന്നത്തെ ആരാധനയിൽ വർഷങ്ങൾ നടക്കത്തില്ലെന്ന് പറഞ്ഞ, വർഷങ്ങൾ പറ്റത്തില്ലെന്ന് പറഞ്ഞതിനകത്തോട്ട് നീ തുള്ളിച്ചാടി ആരാധിച്ചുകൊണ്ട് എൻട്രി ചെയ്യാണ്. നാളുകൾ പറ്റത്തില്ലെന്ന് പറഞ്ഞത് ഇതാ നിന്റെ വെളിയിലോട്ട് സംഭവിക്കാൻ പോകുക. ഒറ്റ കൈമാറ്റം അവൻ്റെ 40 വർഷത്തെ ബന്ധനത്തെ പൊട്ടിക്കുകയാണ്. ഈ ആരാധനയുടെ പ്രത്യേകത ഞാൻ വിളിച്ചു പറയട്ടെ. ഇന്ന് നീ അറിഞ്ഞുകൊണ്ടാണ് ഇതിനകത്ത് ആരാധിക്കുന്നെങ്കിൽ, വർഷങ്ങൾ പിശാച് ഒതുക്കിയതിന്, വർഷങ്ങൾ പിശാച് തടഞ്ഞതിന്, വർഷങ്ങൾ പിശാച് ഒതുക്കിയതിന്, ശത്രു വിടത്തില്ലെന്ന് പറഞ്ഞതിന്, ഇതാ കൈമാറ്റത്തിൽ നീ പ്രാപിക്കുക. തൊട്ടു മുമ്പ് വരെയും യാചകൻ എന്ന ശാപം പിടിച്ചവൻ കയറി പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ ദൈവത്തിന് നിന്നെ മാനിക്കണമെന്ന് തോന്നിയാൽ ഇന്നത്തെ ഒറ്റ മീറ്റിംഗ് കൊണ്ട് നിന്റെ പേരിനെ ദൈവം മാറ്റാൻ പോവുകയാണ്. യെസ് യെസ്. ഇതിന് എത്ര സമയമെടുത്തെന്ന് എനിക്കറിയത്തില്ല. അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. നടന്നും തുള്ളിയും കൊണ്ട് അവർ ദേവാലയത്തിലേക്ക് കടന്നു. അടുത്ത വാക്യം, 9ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. ഈ വരുന്ന ദിവസങ്ങളിൽ നിന്റെ വീട്ടിൽ നിന്ന് ചിലർ നിന്നെ നോക്കും. നിന്റെ പട്ടണക്കാരൻ നിന്നെ ശ്രദ്ധിക്കും. കാരണം നിന്റെ മേളിൽ അസാധാരണമായൊരു മാറ്റത്തിൻ്റെ കാറ്റടിച്ചുകൊണ്ടിരിക്കുക. നിന്റെ മേളിലും അസാധാരണമായൊരു കൈമാറ്റം നടന്നുകൊണ്ടിരിക്കുക. എപ്പോഴാ ഈ യാചകനോട് ചോദിച്ചാൽ അവൻ പറയും, പത്രോസിൻ്റെ ഒരു കൈപിടുത്തമാ, പത്രോസിൻ്റെ ഒരു കൈപിടുത്തമാ. സ്വീകരിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ. യെസ്, ഈ കൈമാറ്റ ശുശ്രൂഷയിൽ അവസ്ഥയെ മാറ്റുന്ന ഒരു ആരാധന, അവസ്ഥയെ മാറ്റുന്ന ഒരു ആരാധന ഇതാ ചിലവരെ മേലോട്ട് വെളിപ്പെട്ട് വരികയാ. ആരോടോ പരിശുദ്ധാത്മാ പറയുന്നു, നിന്റെ പട്ടണക്കാർ നിന്നെ ശ്രദ്ധിക്കാൻ പോകുന്നു. നിന്റെ അയൽക്കാർ നിന്നോട് സംസാരിക്കാൻ പോകുന്നു, നിന്റെ ബന്ധുക്കാർ. കാരണം നിന്റെ മേളിൽ ഇന്നൊരു കൈമാറ്റം ഇറങ്ങി വരിക. ഞാൻ ആത്മാവി വിളിച്ചു പറയാ, ഇവന്റെ അമ്മയപ്പനും ഇവനെ ചുമന്ന് കൊഴിഞ്ഞിട്ടുണ്ടാകാം, വീട്ടുകാരും നാട്ടുകാരും ചുമന്നുകൊണ്ട് കൊഴിഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ ഒരു കൈമാറ്റം, പത്രോസിന്റെ കൈമാറ്റം, അഭിഷേകത്തിന് നിന്നെ ഉയർത്താൻ അറിയാം കഴിയുമെന്നുള്ളത് നീ കേൾക്കുക ഇന്ന് പകൽ. ഈ പത്രോസിൻ്റെ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാ. പക്ഷെ അവരെല്ലാം കണ്ണുതള്ളി, അവരെല്ലാം നോക്കുമ്പോൾ അവൻ, അതാ അവിടെ എഴുതിയിരിക്കുന്നത്, വ്യക്തമായി എഴുതിയിരിക്കുന്നത്, അവൻ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുകയാ എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്നവന് ഇവിടെ വരാൻ പറ്റാത്ത രീതിയിൽ ഒരുത്തനെ ദൈവം പിടിച്ചുയർത്തുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നു ഈ അന്തരീക്ഷത്തിൽ നിന്നെ ഉയർത്താൻ ദൈവത്തിന് പദ്ധതിയായാൽ, നിന്നെ മാനിക്കാൻ ദൈവത്തിന് പദ്ധതിയായാൽ, നിന്നെ ഉയർത്തുന്നതിന് ലിമിറ്റ് കാണത്തില്ല. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ഈ സഭയിൽ വന്നിട്ട് 1 കൊല്ലത്തിന് മേലായി. ഇടയ്ക്കേ വരാൻ പറ്റുന്നുള്ളൂ, എങ്കിലും വരുമ്പോഴൊക്കെ ഓരോ പ്രയർ വിഷയമായിട്ടാണ് വരുന്നത്. അതിനൊക്കെ വിടുതൽ സംഭവിച്ചിട്ടുണ്ട്. പ്രാർത്ഥന, റോഹിൻ്റെ പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോഴും എനിക്ക് വിടുതൽ സംഭവിച്ചിട്ടുണ്ട്. അത് എന്നെ ദൈവത്താൽ എന്നെ മാനിക്കുമെന്ന് എനിക്ക് വാഗ്ദാനം തന്നിട്ടുണ്ട്. അത് മുറുകെ പിടിച്ചുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ വിശ്വാസി വന്നതിന് വലിയ ഹസ്ബൻഡ് ഒരു ഡൈവോഴ്സ് കേസ് കൊടുത്തിട്ട് ഞാനും കുട്ടികളും മാറി താമസിക്കുക. അപ്പോൾ ഇടയ്ക്ക് വരും, എന്നാൽ അതിനൊരു പൂർണ്ണതയില്ലാത്ത വിധം കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം പല പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, റോഹിൻട്രി പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ജോലിയില്ലാതെ വളരെ പ്രയാസത്തിലായിരുന്നു. അദ്ദേഹം പ്രാർത്ഥിച്ച് എനിക്ക് 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ജോലിയുടെ കാര്യം ഓപ്പണായി. അപ്പം തിങ്കളാഴ്ച മുതൽ ജോലിക്ക് പോകണം.
അപ്പം പിന്നെ എനിക്ക് ബാത്റൂമിൽ പോകുമ്പോൾ പ്രയാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വശത്തൊക്കെ ഞാൻ വിചാരിച്ചു കിഡ്നിക്ക് കംപ്ലൈൻ്റ് ആയിരിക്കും, ഇനി എന്ത് ചെയ്യും. ഞാൻ ഡോക്ടറെ കാണാനൊന്നും തയ്യാറായില്ല. പക്ഷേ എന്തായാലും ആ ബ്രദർ പ്രാർത്ഥിച്ച് എനിക്കിപ്പം ഈ വശത്തൊരു വേദന എന്ന് പറയണതില്ല. അത്രയും വലിയൊരു മാറ്റം ഉണ്ടായി. പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പാസ്റ്റർ പ്രാർത്ഥിച്ചതിന് ശേഷം ചേട്ടൻ 2 പ്രാവശ്യം വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. കുട്ടികളുടെ കാര്യം പറഞ്ഞാലും ആൾ ഒരു കുഴപ്പം മട്ടില്ല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം പറയുന്നത് വീട്ടിലോട്ട് തിരിച്ച് ചെല്ലണം, ഈ പ്രാവശ്യത്തേത് ഒത്തുതീർപ്പായിട്ട് വീട്ടിലോട്ട് തിരിച്ച് ചെല്ലാനാണ് പറയണത്. അപ്പം അത്രയും കർത്താവ് അത്ഭുതം. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുമായിട്ടാണ്. എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണമായിരുന്നു. അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ അപ്പൻ സൈൻ ചെയ്ത് തരത്തില്ലെന്നും പറഞ്ഞ് നിരന്തരം മദ്യപിച്ചിട്ട് വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അങ്ങനെ ഞാൻ ജാൻസി ആൻറ്റിയെ വിളിച്ച് വിഷയം പറഞ്ഞപ്പം പറഞ്ഞ് ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരാൻ പറഞ്ഞു. വന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പാസ്റ്ററിനോടും വിഷയങ്ങൾ പറഞ്ഞു പ്രാർത്ഥിപ്പിച്ചു. ഒരുപാട് തടസ്സം നിന്നെങ്കിലും എൻ്റെ കർത്താവ് എനിക്ക് വഴി ഒരുക്കി തന്നു. അങ്ങനെ സൈൻ ചെയ്യാനായിട്ട് ബാങ്കിൽ ചെന്ന് ലോൺ എല്ലാം റെഡിയായി സൈൻ ചെയ്യാൻ അപ്പനെ വിളിച്ചപ്പം ഒരു മടിയും കൂടാതെ അപ്പം വന്ന് എനിക്ക് സൈൻ ചെയ്ത ദൈവത്തിൻ്റെ വലിയ അത്ഭുതമാണ്. എൻ്റെ കർത്താവ് വളരെ അത്ഭുതകരമായിട്ട് എന്നെ അവിടെ മാനിച്ച് അത് കഴിഞ്ഞ് ഞങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ കർത്താവ് അവിടെ ഞങ്ങൾക്ക് വാഹനം എടുത്ത് വാഹനം ഒരു തരത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാതെ അതിന് ഞാൻ ഇവിടെ ഒന്ന് പ്രാർത്ഥന ആവശ്യപ്പെട്ട് കർത്താവ് എനിക്ക് പുതിയ വാഹനം തന്ന് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ ദൈവം എന്നെ മാനിച്ച് ഞാൻ ഇവിടെ ഒന്ന് കണ്ണീരോട് എൻ്റെ കർത്താവിനോട് പ്രാർത്ഥിച്ച് എൻ്റെ ഫലം ഇന്ന് എന്നെ മറ്റൊരു വീട്ടിൽ സ്വസ്ഥമായിട്ട് എൻ്റെ ഭർത്താവ് തന്നെ എന്നെ മാറ്റി താമസിപ്പിച്ച് എൻ്റെ കർത്താവ് എനിക്ക് ചെയ്തു തന്ന നന്മകൾ എത്ര പറഞ്ഞാലും മതി വരത്തില്ല. അതെനിക്ക് ബിസിനസ് നന്നായിട്ട് മുന്നോട്ട് പോകുന്നു. ഇനി എൻ്റെ ബിസിനസ് വളരണം. മാറി താമസിച്ചതിൻ്റെ പേരിൽ ബാങ്കിൽ ലോൺ ഒരു 9 മാസക്കാലം എനിക്ക് അടയ്ക്കാൻ പറ്റാതായി അവർ ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞ് അപ്പനും അമ്മയും ആത്മഹത്യ ഭീഷണി മുഴക്കി. ഞാൻ ഒരുപാട് കഷ്ടതയിലായിരുന്നു. ഇപ്പം അവർ തന്നെ എനിക്ക് ബാങ്കിൽ അടയ്ക്കാനുള്ള പകുതി കാശ് തന്ന് എന്നെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് 1 രൂപ പോലും തരാത്ത മാതാപിതാക്കൾ അവർ എൻ്റെ കർത്താവിന് തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് അവർക്ക് മനസ്സ് കൊടുത്തത് കൊണ്ട് മാത്രം എന്നെ ദൈവം എന്നെ മാനിച്ച് എൻ്റെ ഭവനം നഷ്ടപ്പെടാതെ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിച്ച പാസ്റ്റർക്ക് നന്ദി, ദൈവത്തിന് കോടാനുകോടി നന്ദി. ആമേൻ. അക്കാരം ഉയർത്തിപ്പിടിച്ചെന്ന് പറഞ്ഞു. കർത്താവേ, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച കർത്താവേ, മകൾ വീണ്ടും സാക്ഷ്യം പറയാൻ വാതിൽ തുറക്കുന്നതിനായി നന്ദി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ വലത്തുകാലിൻ്റെ ഉപ്പൂറ്റി ഭയങ്കര ഒരു എന്താണെന്ന് എനിക്ക് പറയാറില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോഴും അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പെരുപ്പ് പോലെ അങ്ങ് വന്നാൽ ഭയങ്കര വേദനയാണ്. പിന്നെ ആ പെരുത്തിട്ട് പിന്നെ ചവിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുമാതിരി മുടന്തരി നടക്കുന്നത് പോലെയാണ് ഞാൻ നടക്കുന്നത്. ആ പെരുപ്പ് വന്നാൽ പെരുപ്പ് തീരുന്നത് വരെ. കഴിഞ്ഞ ബുധനാഴ്ച പാസ്റ്റർ പറഞ്ഞു വേദനയുള്ള ഭാഗത്ത് കൈവയ്ക്കണമെന്ന്. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്ന് ആ വേദന പോയി, പിന്നെ ഇതുവരെ വന്നിട്ടില്ല. പ്രിയരെ, ഈ വചനവും ഈ സാക്ഷ്യവും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് എത്ര പേർ ഈ സമയത്ത് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും? കർത്താവ് ഒരു ഭയങ്കര അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. അല്ലെങ്കിൽ ആ രോഗമുള്ള ഭാഗങ്ങളിലേക്ക് കരം വയ്ക്കണം. വലിയ വിടുതൽ സംഭവിക്കാൻ പോകുന്നു. ജീവിതത്തിനകത്ത് ഇതുവരെയും തുറക്കാത്ത വലിയ സാക്ഷ്യങ്ങൾ തുറക്കാൻ പോവുകയാണ്. കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇതൊരു അത്ഭുതത്തിൻ്റെ സമയമാണല്ലോ അപ്പാ. ലോകം കാണാത്ത വിടുതലുകൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവമേ, അങ്ങയുടെ കരം ചലിക്കണമേ അപ്പാ. അങ്ങയുടെ മഹത്വം ചലിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരം ഇപ്പോൾ തന്നെ ഹല്ലേലൂയ ഈ മക്കൾക്ക് വേണ്ടി തുറക്കണമേ അപ്പാ. എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ചിലവർക്ക് വേണ്ടി ഞാൻ ഈ കാണുന്നത് തളർന്നു കിടക്കുന്ന ചിലവരെ തൊടുകയാണ്. ദൂതന്മാർ നിങ്ങളുടെ വീട്ടിൽ ഇറങ്ങി വരുന്നു. അത്ഭുതകരമായി സൗഖ്യങ്ങൾ നടക്കുകയാണ്. ഹല്ലേലൂയ. 91-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യം പറയുന്നു, നിൻ്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതാണ് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. വിശ്വസിക്കാമെങ്കിൽ ഇപ്പോൾ ദൂതന്മാരുടെ വലിയ ചലനം നിങ്ങളുടെ വഴികളെ തുറക്കുകയാണ്. ജോസ് എന്ന് കാണിക്കുന്ന ഒരു ബ്രദറിന്
വേണ്ടി ഇപ്പോൾ അത്ഭുതകരമായി വഴി തുറക്കുകയാണ്. അതേപോലെ തന്നെ ഞാൻ വിശ്വസിച്ചുകൊണ്ട് സനൽ എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. ആ മകൻ്റെ ജീവിതത്തിനകത്ത് വിടുതലുകൾ കർത്താവ് ചെയ്യട്ടെ അപ്പ. ഞാൻ അതേപോലെ വിശ്വസിച്ചുകൊണ്ട് ഹല്ലേലൂയ എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന ചിലവരെ കണ്ണുനീരെ കർത്താവ് തുടയ്ക്കണം. ചില പിതാക്കന്മാരും ചില അപ്പനും അമ്മയും എൻ്റെ കൂടെ ചേർന്ന് ചിലവർ പ്രാർത്ഥിക്കുന്നുണ്ട്. എത്ര ശ്രമിച്ചിട്ടും വഴി തുറക്കാതെ തലമുറകളെ വർഷങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു. അതേപോലെ തന്നെ അവർ വഴിതെറ്റി മദ്യപാനത്തിലും പ്രശ്നത്തിലും പോയി ജീവിതം തകർന്ന കുടുംബജീവിതം തകർന്നു പോയി എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിനകത്ത് ഇപ്പോൾ ഒരു അത്ഭുതം എൻ്റെ കർത്താവ് ചെയ്യുകയാണ്. കർത്താവെ അങ്ങയുടെ കരം വെളിപ്പെടുത്തണമേ അപ്പ, അങ്ങയുടെ സാന്നിധ്യം വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ, അങ്ങയുടെ മഹത്വം വെളിപ്പെടട്ടെ അപ്പ, അങ്ങയുടെ കരം വെളിപ്പെടട്ടെ. ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് തന്നെ ഓരോ മക്കളുടെ ജീവിതത്തിനകത്തും ഒരു വലിയ വിടുതൽ സംഭവിക്കുകയാണ്. ഇംഗ്ലീഷ് എക്സാമിന് വേണ്ടി അത്ഭുതകരമായ വഴികൾ തുറക്കുകയാണ്. നിങ്ങൾ പോലും കാണാത്ത രാജ്യങ്ങളുടെ നിയമം നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ അനുകൂലമാകുകയാണ്. നിങ്ങൾ യാത്ര ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ കുടുംബം സ്വസ്ഥമാകാൻ പോവുകയാണ്. അത്ഭുതകരമായി വിടുതലുകൾ ഈ മക്കളുടെ മേലിൽ സംഭവിച്ചതിനായി നന്ദി. ഞാൻ ഈ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവ് സോനു എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. സോനുവിന് വേണ്ടി ഒരു വിടുതൽ കർത്താവ് അയക്കുകയാണ്. അതേപോലെ തന്നെ മഞ്ജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മഞ്ജുവിൻ്റെ കണ്ണുനീര് കുടുംബ പ്രശ്നങ്ങൾ കർത്താവ് തീർക്കുകയാണ്. അനീഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനീഷിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവുകൾ കർത്താവ് അയക്കുകയാണ്. കർത്താവെ പൂർണ്ണമായിട്ടും എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. അത്ഭുതകരമായ വിടുതലുകൾ സംഭവിക്കട്ടെ. അത്ഭുതകരമായ വാതിലുകൾ തുറക്കട്ടെ. കർത്താവെ ഓരോ മക്കളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇവരെ വഴി തുറന്നിരിക്കുന്നതിനായി സ്തോത്രം. ഇവർ അത്ഭുതം കാണുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ വചനവും ഈ പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് സ്പെഷ്യൽ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്താട്ടെ. വേഗത്തിൽ തന്നെ വിളിച്ചുകൊണ്ട് അത്ഭുത സാക്ഷ്യത്തിലേക്ക് നിങ്ങൾ കടന്നു വരണമേ. പ്രത്യേകിച്ച് പ്രാർത്ഥന വിഷയങ്ങൾക്ക് വേണ്ടി 811 എന്ന് കാണുന്ന നമ്പറുകളിലേക്ക് നിങ്ങൾ വിളിച്ചാട്ടെ. അതേപോലെ തന്നെ 9072 എന്ന് കാണുന്ന നമ്പറിൽ വാട്സാപ്പ് അവൈലബിൾ ആണ്. അതിനകത്തോട്ട് നിങ്ങൾ ഒന്നുകൂടി ഓർപ്പിക്കുന്നു, വാട്സാപ്പാണ്. അതിനകത്ത് നിങ്ങൾ മെസ്സേജ് അയക്കുകയോ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്താട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കും. അതേപോലെ തന്നെ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂം ആരാധന നടക്കുന്നു. ആയിരങ്ങൾക്ക് ഇത് വിടുതലായിട്ടുണ്ട്. കർത്താവ് നിങ്ങളെ കൂടുതൽ മാനിക്കട്ടെ. കർത്താവിൻ്റെ വലിയ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരട്ടെ. അതേപോലെ തന്നെ പ്രത്യേകമായി ഒരു കാര്യം ഓർപ്പിക്കുന്നു, നമ്മുടെ യൂട്യൂബും ഫേസ്ബുക്കും ജോയിൻ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്താട്ടെ. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. എങ്കിൽ ഈ മിനിസ്ട്രിക്ക് വേണ്ടി സഹായിക്കണമേ. ഒരു എപ്പിസോഡിനെങ്കിലും നിങ്ങൾ കരം നീട്ടണം. അതേപോലെ തന്നെ സഭയായിട്ട് അനാഥർക്ക് നമുക്ക് ഓരോ നേരത്തെ ഫുഡ് ഓരോ ദിവസം അറേഞ്ച് ചെയ്യുന്നു. കൊല്ലത്തെ സഭയോട് ചേർന്നാണ്. നിങ്ങൾക്കും സഹായിക്കാൻ പറ്റുമെങ്കിൽ, അതിനകത്ത് പങ്കുചേരാൻ പറ്റുമെങ്കിൽ ചേർന്നാട്ടെ. എങ്കിൽ അടുത്ത ദിവസം കാണുമ്പോഴേ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.